അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയല്ല കേട്ടോ, എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വലിയ 2 വഴുതന എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുക. ഇത് നന്നായിട്ട് കറ ഉണ്ടാവും കേട്ടോ. ആ ഒരു കറ മൊത്തത്തിലായിട്ട് നമുക്കൊന്ന് പോയിട്ട് കിട്ടണം. ഒരു കറ മൊത്തത്തിലായിട്ട് പോയി ആ ഒരു വെള്ളം ഒഴിവാക്കിയിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഒന്ന് തോത്തിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗാർലിക് പൗഡറാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. അപ്പോൾ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ ചേർത്തെടുക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇനിയിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ. ഒരു കളറിന് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ അതാ ഒരു രീതിയിൽ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വഴുതനയിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഒരു മുട്ട നമ്മുടെ വഴുതനയിൽ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇടണ്ട കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അടിഭാഗം ഒന്ന് റെഡിയായി നമുക്കിതുപോലെ മറിച്ചിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ.